ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ന്യൂ ഇയർ സെലിബ്രേഷനൊക്കെ എവിടെ വരെ എത്തി? അപ്പോൾ ഞങ്ങളൊരു ന്യൂ ഇയർ സെലിബ്രേഷന് വേണ്ടി പോവാണ്. ഒരു സ്റ്റേക്കേഷൻ പോലെ അല്ലേ ഉണ്ണി? ഉണ്ണി ഇതാ ലാസ്റ്റ് പ്രിപ്പറേഷനൊക്കെ ആയി ഷൂ ഇടാണ്. നമ്മൾ എവിടേക്കാണ് പോണ പറഞ്ഞെടുക്കുക? ഞങ്ങളൊരു ഫോറസ്റ്റിലേക്കാണ് പോണത്, കൊടും കാട്ടിലേക്ക്. അമ്മ പറഞ്ഞു കൊടുക്കുക, അമ്മയ്ക്ക് കുറച്ചും കൂടി അറിയാം. അമ്മ പറഞ്ഞു കൊടുക്കേ, നമ്മൾ എവിടേക്കാണ് പോണ അമ്മ? അറിയില്ല, ഒരു ഫോറസ്റ്റിലേക്കാണെന്നുള്ളത് മാത്രമേ അറിയുള്ളൂ. അട്ടപ്പാടി, മുംബൈയിലെ അട്ടപ്പാടി. സെറ്റല്ലേ പോവാൻ? സെറ്റ്. നല്ല രസമുണ്ടല്ലോ. അമ്മേൻ്റെ മുടി കാണാൻ. മുടി എന്തോ ചെയ്തിട്ടുണ്ടോ അമ്മ? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അമ്മ? ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാനാ ചെയ്തെടുത്തത്. അമ്മ ആകെ മാറി. ഇതിലിപ്പോൾ ഏതാ അമ്മ, ഏതാ കൂച്ചി, ആരമ്മ അമ്മ? അയ്യോ, പിന്നെ അച്ഛനോട് ചോദിച്ചു നോക്കാം. അച്ഛനും സെറ്റായിട്ടുണ്ട്. അച്ഛനറിയോ നമ്മളെവിടേക്കാ പോണെന്ന്? പറഞ്ഞാ മതി. ഞങ്ങൾ എവിടേക്കാ പോണ അവിടേക്ക് അച്ഛൻ വരില്ല. അത്രേ ഉള്ളൂ. അച്ഛൻ്റെ സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ അധികം മരുന്ന അച്ഛാ? എല്ലാതുണ്ടോ? പൈസ ഉണ്ട് അച്ഛാ? അപ്പൊ ഞങ്ങള് ആദ്യത്തെ പോവാനായിട്ടുണ്ട് കേട്ടോ. ഒരു 1:45 ഉച്ചക്ക്. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് റെഡിയായി. കാർ ഇപ്പോൾ വരും. നമ്മളിവിടുന്ന് ഒരു കുറേ ഫാമിലി ഉണ്ട് കേട്ടോ. ഒരു 7 ഫാമിലി ഒരുമിച്ചാണ് പോണത്. പല സമയത്ത് പല കാറിലായിട്ട് എല്ലാവരും ഓഫീസിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടൊക്കെയാണ് വരിക. അപ്പോൾ ഞങ്ങൾ പോകാൻ റെഡി ആയിട്ടുണ്ട്. എക്സൈറ്റഡ് ആണ് അമ്മ? അതെ. ഒരു ദിവസത്തിനുള്ളതാ. പക്ഷെ ഞങ്ങളെ പെട്ടിയൊക്കെ കണ്ട കുറച്ച് കാര്യമായിട്ടൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അവിടെ എത്തിയിട്ട് ഞങ്ങൾ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. നല്ല വെയിലുണ്ട്. കണ്ണ് കാണുന്നില്ലല്ലോ. ഞങ്ങളുടെ കൂടെ ഈ കാണുന്ന ഫാമിലി ആട്ടോ ഉണ്ടായിരുന്നത്. ധനലക്ഷ്മിയാണിത്. അപ്പോൾ നമ്മൾ ഒരുമിച്ചിട്ടാണ് ഇറങ്ങിയത്. Say hi. My cute baby Vihan. ഇട്ടിട്ടില്ല എന്നിട്ടാ ഒന്നര മണിക്കൂർ ടു 2 മണിക്കൂർ. അങ്ങനെ നമ്മൾ ന്യൂ ഇയർ പാർട്ടിക്ക് വേണ്ടി നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി. ആ വഴിയിൽ നമ്മൾ സമൂസയൊക്കെ കഴിച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് കേട്ടോ പോണത്. അധികം ദൂരമില്ലെങ്കിലും പെട്ടെന്ന് തന്നെ ആ ഒരു കാഴ്ചയിലുള്ള വ്യത്യാസം ഭയങ്കരമായിട്ട് കാണുന്നുണ്ടായിരുന്നു. നാട് തന്നെ നമുക്ക് ചില ഭാഗങ്ങൾ കാണുമ്പോൾ നാടല്ല തോന്നില്ല. അതൊക്കെ മൈലാഞ്ചീൻ്റെ നിറയെ ചെടികളാണ് ഈ കാണുന്നത്. കർജത്തിലേക്കാണ് നമ്മൾ പോണത് കേട്ടോ. ഇതൊരു ഏരിയയാണ്. ഒരു നാടൻ ഒരു വൈബൊക്കെ കിട്ടണ നമ്മളെ നാട്ടിലെത്തിയ ഒരു ഫീലൊക്കെ തന്നെയായിരുന്നു വഴി നീളെ കിട്ടിയത്. അപ്പം നമ്മൾ നമ്മുടെ സ്റ്റേ ഉള്ള സ്ഥലത്തെത്തി. ന്യൂ ഇയറിൻ്റെ അന്ന് അച്ഛൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് കേട്ടോ. അപ്പോൾ അച്ഛനും അമ്മയും ഉള്ള കാരണം കൂടെ നമുക്കത് സെലിബ്രേറ്റ് ചെയ്യാനും പറ്റി. ഒരാളുടെയും കൂടി ബർത്ത്ഡേ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം അച്ഛനമ്മ ഞങ്ങളുടെ കൂടെ തന്നെ ഇവിടെ മുംബൈയിൽ തന്നെ ആയിരുന്നു. നമുക്ക് അറിയുന്ന ഫാമിലി ഫ്രണ്ട്സൊക്കെ അല്ലേ നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ നല്ലൊരു രസമായിട്ട് പോയിട്ടോ ഈ ഒരു ദിവസം. ഈ റിസോർട്ടിലേക്ക് വരുന്ന വഴിക്ക് തനി ഗ്രാമങ്ങളായിരുന്നു. ഇവിടെ മഹാരാഷ്ട്രയിലെ ഗ്രാമങ്ങളാണ് മുഴുവൻ കണ്ടത്. അപ്പം അമ്മ ഇടയ്ക്ക് പറയും ഇവിടുത്തെ ഉള്ളിലത്തെ വീടുകളൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുക, അതൊക്കെ കാണാൻ എങ്ങനെയാണ് പറ്റുക. ഈ വരവിൽ അമ്മയ്ക്ക് അത് മുഴുവൻ കാണാൻ വേണ്ടി പറ്റി. ചാണകമൊക്കെ മെഴുകിയ മുറ്റങ്ങളും നല്ല രസമുണ്ടായിരുന്നു ആ കാഴ്ചയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. വഴി തെറ്റലും വഴി മനസ്സിലാവുണ്ടായിരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ ഗലികളായ കാരണം അങ്ങനെ സൈൻ ബോർഡൊന്നും നിറയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അവിടെ. അപ്പോൾ അത് വഴി
തെറ്റലും പിന്നെ ചോദിച്ച് പോരലും ആകെ നല്ല രസമായിരുന്നു. പിടിക്കണോ? ഇത് പിടിച്ചാൽ മതി. ഇവിടെ തന്നെയാവന്നെ ഞുണ്ണി എണീക്കൂലെന്ന്. നാട്ടില് വീടാൻ പോവും ഞാൻ. ഇവർക്ക് കുട്ടികൾ തന്നെ ഉള്ളമ്മ, ഇവിടെ നിറയെ മക്കള് മാത്രമേ ഉള്ളൂ. അടിപൊളി. യെസ്, വെരി നൈസ്. പപ്പേ ഓ പപ്പേ എല്ലാവരും സൈഡിലേക്ക് വരണം. കൈ വിരലിന്റെ ഇതുണ്ടാവേ, വിരല് മാറ്റിക്കോ. ഞാൻ പിടിച്ചോളാം. ബ്ലാക്കാ വീണത്. അച്ഛൻ ചിരിച്ചു ബറോസ്. എന്റെ നോക്കി കളിക്കുക. അടിക്കാൻ മടിക്കടിക്ക് അമ്മയ്ക്കേ പറ്റുള്ളൂ. ബറോസേ അന്നിവിടെ ഇറക്കി വെക്കണ്ടേ? ആ വെക്കി അങ്ങട്. ബറോസേ ചാന്ദ്ര പൗർണമിക്ക് ഇനി വെറും 2 മണിക്കൂർ. നീ ഇവിടെ ചാവടാ ബറോസ്. അയ്യോ എല്ലാം പോയേ. പോരുത്. ഓ അച്ഛ അടിപൊളി കളി. ബറോസേ കൈവിട്ട് പോയടാ ബറോസേ. ഫസ്റ്റിലേ मिला हो गया पुडाला निकाल के फैन बंद करके बैठा है। पता मैंने क्या किया? फैन चालू रखो. गाइस ಇದು ಕೂಡ
തിരക്കിൻ്റെ ഇടയ്ക്ക് വിശപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ നമുക്കത് കളീൻ്റെ ഇടയിൽ അതൊന്നും അറിയില്ലല്ലോ. അമ്മ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് നമുക്കിങ്ങനെ നല്ല ചൂടായിട്ട് സ്റ്റാർട്ടേഴ്സൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എത്തിയപ്പോഴേക്കും അതൊക്കെ തണുത്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മെയിൻ ഭക്ഷണം കഴിക്കാൻ പിന്നെ പോവാമെന്ന് വിചാരിച്ചു. പിന്നെ അമ്മേൻ്റെ അടുത്ത് തരാം. കൂടുതൽ ചപ്പാത്തി ഉണ്ട് അച്ഛനെ വേണമെങ്കിൽ കഴിക്കാനേ. കുറച്ചും കൂടെ മതി. ആ രസം ഉണ്ടാവും. നമ്മളെ നെയ്ച്ചോറിന് മധുരം ഉണ്ടാവും. സെക്കൻഡ് ആ ബസ്. ചിക്കൻ കറി ഇട്ടമ്മ. ഓ നാടൻ. പനീറൊക്കെ ഞാൻ രസമുണ്ട് കേട്ടോ അമ്മ ചിക്കൻ കറി. ചെറിയ ചൂടുണ്ടല്ലേ. o'clock ആവാനായപ്പോഴേക്കും പിന്നെ എല്ലാവരും കൂടെ അവിടുന്ന് ഇവിടുന്ന് മക്കളെയൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് സെറ്റാക്കുകയാണ് കേട്ടോ. വേറൊരു ടീം അവിടെ കേക്കൊക്കെ റെഡിയാക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനറിയില്ല, അച്ഛന് വേണ്ടി കേക്ക് നമ്മൾ മേടിച്ചതും അതൊന്നും അറിയില്ല കേട്ടോ. കേക്ക് ഉണ്ടാവുമെന്ന് അറിയാം, നമ്മളിവിടെ എത്തിയിട്ടാവും എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടാവുക. അപ്പം അങ്ങനെയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്.
अभी आ रहा है हैप्पी न्यू ईयर का। एक साथ सब भूख ले गए एक नहीं मतलब क्या छोटे वो बच्चा भी हो ये कहाँ एडजस्ट होने वाला है मोबाइल के साथ भी बच्चा ही है ये मोबाइल छोड़ के आने का बच्चे लोग मोबाइल नहीं खेलते हैप्पी बर्थडे रमेश भाई 3 2 1 गो हैप्पी ए भाई ए भैया थोड़ा हो जाएगा अरे रमेश भाई वो आपके लिए गुड मॉर्निंग हैप्पी न्यू ईयर। അമ്മേനെ കാണുന്നില്ല അപ്പൊ അപ്പൊ തീരെ കണ്ണ് കാണൂല ഇപ്പൊ പ്രായം ശരിക്കും അറിയോ. അങ്ങനെ ഞങ്ങൾ രാവിലെ എണീറ്റു കുളിച്ചു റെഡി ആയിട്ട് എത്ര ടൈം ആയിണ്ടാവും എന്ത് പറഞ്ഞാലും ശരിയാണല്ലോ രമ്യ. അപ്പൊ ഞങ്ങള് മലയാളി സംഘം ചായ കുടിക്കാൻ പോവാട്ടോ. രാവിലത്തെ ചെറിയ ചായ കുടിക്കാൻ ഒരു ട്രിപ്പ് കഴിഞ്ഞ അടുത്ത ട്രിപ്പിന് ഞാൻ പോവാണ്. ഇതാണ് ചായ ഭ്രാന്തി. അപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കട്ടോ. അവിടെ നമ്മുടെ ടീമുകൾ കുറച്ചൊക്കെ അവിടെ ഉണ്ട്, ബാക്കി ഇവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ചായ കുടിച്ചിട്ട് ഇനി കാണാം. എല്ലാവരും സെറ്റപ്പ് ആയിട്ടുണ്ട്. അതെ, ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുക. എവിടേക്കായിരുന്നു? ഇവിടെ 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 നല്ല ഭംഗിയുണ്ട്. നമ്മുടെ നാടന്നെ തോന്നുന്ന ചില ഭാഗങ്ങൾ കാണുമ്പോ നാടും വീടും ഒക്കെ ഓർമ്മ വരുന്നുണ്ട് ഗൈസ്. പോയിക്കോളെ, എല്ലാരും പോയിക്കോളെ. അവിടെ പൂച്ചവാലൊക്കെ കണ്ട കാലം മറന്നു. എല്ലാതും ഉണ്ട്. ആ, പാലക്കാണോ? അതെ, ഇത് പാലക്ക തന്നെ അച്ഛാ, കുട്ടി പാലക്ക്. എന്താ പൂച്ചവാല് വേണം ഉണ്ണിയെ? ഗൈസ്, ഇവിടെ നല്ല ഭംഗിയുള്ള പുറത്ത് വെക്ക, പുറത്തയച്ചിട. നല്ല ഭംഗിയുണ്ട് കാണാല്ലേ.
ഗുഹാക്ഷേത്രം ഗുണ കേവ്. ഗുണ കേവ്. എന്തൊക്കെയാവും പിന്നെ ഇവിടുത്തെ അറിയാം. പോയിക്കോളെ. വരൂ. നല്ല ഭംഗിയുള്ള ഒരു അമ്പലമാണ് ഗൈസ്. അയ്യോ ശരിക്കും നിർക്ക. നല്ല പാകമുള്ള പപ്പായ കർമ്മസ് ഉണ്ട് അവിടെ. ഞാനുള്ളത് പറഞ്ഞു ഇപ്പൊ അച്ഛ എങ്ങനെയുണ്ട് അച്ഛാ? ബുർജി നല്ല ടേസ്റ്റ് ഉണ്ട്, ഇഡ്ഡലി നല്ല ടേസ്റ്റ് ഉണ്ട്, ചട്നിയും സാമ്പാറും കുഴപ്പമില്ല, മധുരല്ലേ, പെട്ടെന്ന് പിടിക്കൂല അമ്മ. ഞാൻ പറഞ്ഞു ചട്നി എടുക്കാൻ നല്ലുണ്ട്. നീന്തിക്കോളെ. അങ്ങനെ പൂളിൻ്റെ അവിടേക്കും പോയി. ഞാൻ ആദ്യം പോണില്ല എന്ന് വിചാരിച്ചതാണ് കേട്ടോ. അമ്മ ഇല്ല എന്ന് പറഞ്ഞു. അമ്മ അവിടെ പിന്നെ റൂമിൽ കിടന്നു കേട്ടോ. അപ്പോൾ ഉണ്ണിക്ക് കൂട്ടിന് വേണ്ടി പോയതാണ്. അപ്പോൾ പാട്ട് വെച്ചത് കണ്ടപ്പോൾ പിന്നെ അവിടെ നിന്നും കുറച്ചൊക്കെ ഡാൻസൊക്കെ ചെയ്തു. പക്ഷെ വെള്ളത്തിലൊന്നും ഇറങ്ങിയിട്ടില്ല. നല്ല രസമുണ്ടായിരുന്നു. സ്ലൈഡും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം മക്കൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇതേ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ പിന്നെ റൂമിലേക്ക് തന്നെ പോയിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാനായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ പത്തിരി നന്നായിട്ട് കിട്ടും കേട്ടോ. ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡാണ് പത്തിരി. ബാക്രി എന്നാണ് പറയുക. അപ്പം അച്ഛനത് കഴിക്കാൻ പറ്റും. ഓയിലൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കണതല്ലേ. അപ്പം അച്ഛൻ്റെ കാര്യം ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ റൈസ് അമ്മയ്ക്ക് പച്ചരി ചോറ് അങ്ങനെ പറ്റില്ല. എന്നാലും കുറച്ചൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. പൂരി ചപ്പാത്തിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പത്തിരിയൊക്കെ ഉള്ള കാരണം അമ്മയ്ക്ക് അങ്ങനെ പോയി. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ ഭക്ഷണമൊക്കെ. ഇത് പിന്നെ ദഹിപുരിയും ഫ്രൂട്ട് കസ്റ്റർഡും ആണ് കേട്ടോ. അത് ഞാൻ ജസ്റ്റ് കഴിച്ചതെന്നുള്ളൂ. നല്ല മധുരം ഉണ്ടായിരുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ ന്യൂ ഇയർ അങ്ങോട്ട് അടിച്ചു പൊളിച്ചു. നല്ല ഭക്ഷണവും എനിക്ക് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു കൂടെ, ഫ്രണ്ട്സും, കുറേ നല്ല ടൈം അങ്ങനെ പോയിട്ടോ. അനിയനെയും ശാലുവിനെയൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. How was your New Year? Very nice. Enjoyed with all friends. Who's next?
How was your New Year? It was amazing. Had lights It's and amazing. fireworks. चलो हो गया. प्रशांत अंकल, how was your New Year? सबको पूछना है. New Year कैसे था? What? Come back. How was your New Year? Fantabulous. वाह, सबको बोलना है. വെരി നൈസ്. और इसको पूछना. How was your New Year? नहीं बोलेगा. He'll show his phone. How was your New Year कैसे था? Rocking. और कौन बात? How was your New Year? Excuse me. How was your New Year? Anything you have to say? New Year. कैसे था? Very nice. We are enjoyed. അങ്ങനെ ഒരു ദിവസത്തെ നമ്മുടെ ഫൺ ട്രിപ്പ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ മടങ്ങാണ്. പുതിയ വർഷം തുടങ്ങി. എല്ലാവർക്കും ഒരു നല്ല വർഷമാവട്ടെ. എല്ലാവരുടെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഈ ഒരു വർഷത്തിൽ നടക്കട്ടെ. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും ഹെൽത്തി ആയിട്ട് ഇരിക്കാനും ഒക്കെ ഞാനും പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇവിടെ തീരുകയാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ഹാപ്പി ന്യൂ ഇയർ.